ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനും ഭർത്തും രുക്വാവയും ജാനി ചേച്ചിയും ഏച്ചിയും കൂടെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് കേട്ടോ ഉള്ളത്. 3-4 ദിവസമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ചേച്ചിയും ചേട്ടനൊക്കെ നാട്ടിൽ വന്ന സമയത്ത് അവരുടെ കൂടെ ഞാൻ കാറിൽ കയറി ഇരുന്നതാണ്. അപ്പോൾ ഭർത്തു ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ നൈറ്റ് എത്തി. ഇന്നിപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി രുക്വാവിനെ വിളിക്കുകയാണ് കേട്ടോ. രുക്വാ ബാഗൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ട് മാറ്റി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതാ കാറിൽ കയറി. ചേച്ചി ഉണ്ട്, രുക്വാവിൻ്റെ ചേച്ചിയുണ്ട്, അതേപോലെ ഞാനും ഭർത്തും കൂടിയാണ് പോകുന്നത്. ചേട്ടനൊന്നും പണിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൺഡേ ഏർലി മോർണിംഗ് നമുക്ക് പോകണം. ഭർത്തുവിന് ലീവില്ലാത്തതുകൊണ്ട് നമുക്ക് പനിയൊക്കെ ആയിട്ട് കുറേ ദിവസം ലീവായതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മൺഡേ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴേ പോകണ്ടായിരുന്നുള്ളൂ. അപ്പം എപ്പോഴും വരുന്ന പോലെ മറൈൻ ഡ്രൈവിലാണ് വന്നത്. ഇപ്രാവശ്യം രുക്വാവ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓണത്തിനാണ് ഞങ്ങൾ ലാസ്റ്റ് കൊച്ചിയിൽ വന്നത്. പിന്നെ കൊച്ചിയിലേക്ക് വന്നിട്ടേ ഇല്ല. അന്ന് രുക്വാവിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓടാനായി ചാടാനായി. ഫസ്റ്റ് ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ ആൾക്ക് പേടിയൊക്കെ ആയിട്ടോ. ബീച്ചിലും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് വെള്ളം കണ്ട സമയത്ത് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ആളങ്ങോട്ട് ഓക്കെ ആവുമായിരുന്നു ഗൈസ്. അടിപൊളി കളിയായിരുന്നു. പിന്നെ രണ്ടാളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അടിപിടിയാണ്. ഇവരെ അടി തീർക്കാനേ എനിക്ക് ചേച്ചിക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്നേഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ സ്നേഹമാണ്. ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അല്ല, വീട്ടിലങ്ങനെ തന്നെയാണല്ലോ. സങ്കടം വരുമ്പോൾ എല്ലാവരും ഒരേപോലെയാണല്ലോ. ഇവർ ഭയങ്കര കെയറിങ് ഒക്കെ കേട്ടോ കരയുന്ന സമയത്തൊക്കെ. അല്ലാത്ത സമയത്ത് അടിപിടി കടിയാണ്. അപ്പോൾ ഇതാ ഡാൻസൊക്കെ കളിച്ച് സെറ്റായിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. രുക്വാവ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രുക്വാവയ്ക്ക് ഫസ്റ്റ് കയറിയ സമയത്ത് തന്നെ അമ്മയെ പേടി 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 എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ സെറ്റായി. പിന്നെ മീനിനെ കണ്ടു, കാക്കേനെ കണ്ടു, അങ്ങനെ മൈൻഡൊക്കെ മാറി. പിന്നെ എല്ലാ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പം വിശപ്പില്ലാത്ത ആളും വയറിൽ ഇത്തിരി ഗ്യാപ്പ് വെക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് മാംഗോ ചീസ് കേക്ക് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗോ ചീസോ മാംഗോ ബട്ടറോ അതെനിക്ക് ഓർമ്മയില്ല ഗൈസ്. പക്ഷേ ഫസ്റ്റ് വലിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു റബ്ബർ പോലെ തോന്നി. പിന്നെ കഴിച്ച് വന്നപ്പം സൂപ്പർ സാധനമായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗം കഴിച്ചത് എൻ്റെ മോളാണ്, രുക്കുമോളാണ് കേട്ടോ. രുക്കുമോൾക്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവെ അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷെ നല്ലോണം കഴിച്ചത്. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ നമ്മളങ്ങനെ പുറത്തുനിന്ന് ഫുഡൊന്നും അവർക്ക് അങ്ങനെ കൊടുക്കാറില്ല. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അങ്ങനെ കൊടുക്കാറില്ല. ജാനിക്കുട്ടി ഇതേപോലെ ഒരു കേക്ക് മേടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സേവ് പൂരി. എനിക്ക് പണ്ടൊക്കെ ഇഷ്ടം പാനിപ്പൂരി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് പാനിപ്പൂരിനേക്കാളും ഇഷ്ടം സേവ് പൂരിയാണ്. പിന്നെ ഒരു ഗ്ലാസ് ലൈം കുടിച്ചു. പിന്നെ ചേച്ചിയും ഭർത്തും കൂടി ഒരു ഫ്രൂട്ട് ഫില്ല് ചെയ്ത് എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ കഴിച്ചില്ല, മധുരം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ സേവ് പൂരി ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റോഡ് സൈഡിൽ കിട്ടുന്ന പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ഷോപ്സിലില്ല കേട്ടോ. നമ്മളിവിടെ കോഴിക്കോട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് റോഡ് സൈഡിൽ തന്നെ ഈ പാനിപ്പൂരി ഉണ്ടാവും. അവിടെ പോയി കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ്. അപ്പോൾ വെറുതെ എന്നോട് പറയും അവിടെ ഭയങ്കര വൃത്തിയായതുകൊണ്ടാണ് ടേസ്റ്റ്. പക്ഷേ എനിക്ക് എപ്പോഴും അത് തന്നെയാണ് ഇഷ്ടം. ഓക്കെ, എനിവേ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഓരോരോ അവസ്ഥയാണ് ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.